ഹായ്, ഞാൻ ദേവിത. ഇതെന്റെ ഫസ്റ്റത്തെ യൂട്യൂബ് വീഡിയോ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ നെക്സ്റ്റ് കോഴ്സിനും അൺഎംപ്ലോയ്മെന്റിനും ഇടയിലുള്ള ഒരു വല്ലാത്ത ഹോളിഡേയ്സിലാണ് ഞാനിപ്പോൾ. ഉള്ള കോൺഫിഡൻസ് ഒക്കെ കൂട്ടി വർക്കാണ് കുറച്ച് മാസങ്ങൾ മുന്നേ തൊട്ടേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ കോണ്ടന്റ്സ് ചെയ്തു തുടങ്ങിയത്. എന്ന് വെച്ചാൽ അതിൽ കുറെ ഫോളോവേഴ്സ് ആയിട്ടൊന്നല്ല കേട്ടോ ഇപ്പോൾ ഈ യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ തുടങ്ങിയേക്കണേ. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വ്ളോഗ്സ് ഒക്കെ എടുക്കും. ആ വ്ളോഗ്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് എത്രയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാലും ലാസ്റ്റത്തേക്ക് വരുമ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2-2.5 മിനിറ്റ് ഒക്കെ ആയിരിക്കും. അത്രയും ലെങ്ത് ഉള്ള വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് എന്തായാലും ഒരു കാര്യമില്ല, ആരും കാണാനായിട്ട് പോകണില്ല ഫുള്ളൊന്നും. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഷോർട്ട് ടൈം അറ്റൻഷൻ സ്പാൻ ഉള്ളവർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. ലെങ്തി വീഡിയോസ് കാണാനായിട്ട് എന്തായാലും ആരും ഇൻസ്റ്റ ഒന്നും തുറന്ന് നോക്കാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ യൂട്യൂബ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിക്കൂടാന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇട്ടേക്കണ എൻ്റെ ഒരു വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്ളോഗ് ഒരാഴ്ച മുന്നത്തെ ആണ് കേട്ടോ. PG എക്സാംസ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ ഞങ്ങൾ നാട്ടിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അവിടെ അങ്ങാടിപ്പുറം പൂരമുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ ഇതാ മലപ്പുറത്തെത്തി. കാലത്ത് തൃശ്ശൂർ എന്നുള്ള 8:15 ട്രെയിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പോണ വഴിക്ക് അങ്ങാടിപ്പുറം ഇറങ്ങി പൂരൊക്കെ കണ്ട് അവിടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവളുടെ വീട്ടിലേക്ക് പോയെന്നായിരുന്നു പ്ലാൻ. ട്രെയിനൊക്കെ കയറി ഞങ്ങൾ അവിടെ എത്തിയ ടൈമാണെങ്കിലോ നട്ടുച്ച 12 മണി സമയം. പൂരം കാണാൻ പറ്റിയ ടൈം അല്ലേ. പൂരി വെയിലത്ത് നിന്ന് പുറമൊക്കെ പൊള്ളി പണ്ടാറടങ്ങിടോ. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം കാണാൻ ഞങ്ങളെ വിളിച്ച ആൾ ഇതുവരെ ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല. പൂരൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെയൊക്കെ കടകളൊക്കെ കയറി ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിറങ്ങി. അപ്പോഴും ആദ്യത്തെ എത്തിയിട്ടില്ല. കടകൾ കണ്ടു തുടങ്ങിയപ്പോണ്ടല്ലോ നമ്മുടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. സാധാരണ തൃശ്ശൂരൊക്കെ ഒരുവിധം ഞാൻ കണ്ടിട്ടുള്ള പൂരത്തിനൊക്കെ ആകുമ്പോൾ കയ്യിൽ അച്ചൂട്ടിക്കണ കടയോ ബജ്ജിക്കടയോ വളമാല കമ്മല് പൊരി അലുവ അതിന്റെയൊക്കെ ഓരോ കടകളൊക്കെ ആവുമല്ലോ നമ്മൾ കണ്ടുണ്ടാവുക. പിന്നെ കുറെ വെറൈറ്റി ഷോപ്സ് ഒക്കെ ഒന്നിച്ച് കാണുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും എക്സിബിഷനോ ഫെയറിനോ ഒക്കെ ആവും. ഇവിടെ ഉണ്ടല്ലോ ചെടികള്, പാത്രങ്ങള്, കത്തികള്, വിഗുകള്, അങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കണ കടകൾ കണ്ടു. അത് മാത്രല്ലാന്നേ ഓരോ കടയിൽ നിന്ന് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോണ കാണണം, വലിയ വലിയ കൊട്ടയിലും കവറിലും ഒക്കെ ആയിട്ട്. ഇമ്മടെ ഇവിടെ പൂരത്തിന് പോയിട്ട് ഒരു സെറ്റ് വള വാങ്ങി. ഇതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ കണ്ടിറങ്ങിയ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ശരിക്കും ആകെ ഞങ്ങൾ അവിടെ കാണാതിരുന്നത് ഡ്രസ്സിന്റെ സ്റ്റോൾസ് മാത്രമാണ്. അത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയുള്ളൂ ഞങ്ങൾക്ക്. കടകളൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേനും ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പലത്തിന്റെ എൻട്രിയുടെ അവിടെ വന്ന് വെയിറ്റ് ചെയ്യും, അവള് കാറും കൊണ്ട് വരുന്നുണ്ടെന്ന്. അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് നിന്ന് ഒരുത്തം പച്ചക്കോണുള്ള ഐസ്ക്രീം തിന്നണു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പച്ചക്കോണുള്ള ഐസ്ക്രീം കാണുന്നത്. ഞാൻ ആകെ കണ്ടേക്കണത് ഓറഞ്ച് കളറുള്ള കോൺ മാത്രാ. നമ്മുടെ തൃശ്ശൂരിന് ഇതുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടാ. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ചെക്കൻ കുറച്ചു നേരം റോളൊക്കെ ഇട്ട് പോസൊക്കെ ചെയ്ത് നിന്നു. അങ്ങനെ അവനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ കാറുമായിട്ട് എത്തിയത്. പൂരൊക്കെ നിങ്ങൾ ഈ നേരം കൊണ്ട് കണ്ടു തരുന്നല്ലോ, ഇനിയിപ്പോ നമുക്ക് കുറച്ചു നേരം AC ഇരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അവള് മാർക്കറ്റ് സിറ്റിയിലേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ അവളുടെ വ്ളോഗിൽ പറയണ പോലെ അങ്ങാടിപ്പുറം വന്നിട്ട് മാർക്കറ്റ് സിറ്റി കയറാണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ. അങ്ങനെ അവിടെ എത്തി അതിന്റെ ഉള്ളിൽ കയറിയതുണ്ടല്ലോ, വെയിൽ കൊണ്ട് മേലൊക്കെ പൊള്ളിയിട്ട് മേത്ത് കൂടെ ഐസും വെള്ളം കോരി ഒഴിച്ചൊരു ഫീലായിരുന്നു. അങ്ങനെ ദാഹം കാരണം ആദ്യം തന്നെ ജ്യൂസ് കുടിക്കാൻ മേലെ പോയി. അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് വന്ന വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല മോൾ ഇവിടെയാണ്, വേറെ ഉള്ളത് മഞ്ചേരിയാണ്. അതൊന്നും രസമല്ല. ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലം ഉണ്ടാവും. 5 ഫ്ലോർ ഉണ്ട്. വർത്താനം പറയുമ്പോഴാണ് ഞങ്ങളുടെ ഈ ആക്രാന്തം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെന്ന്. പക്ഷെ അങ്ങനെ അല്ലാട്ടാ. ഇതിന് 2 ദിവസം മുന്നേ ഞങ്ങൾ കോളേജ് വെച്ച് കണ്ടിട്ടേ ഉള്ളൂ. വരുന്ന വഴിക്ക് കണ്ട ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ട്രെയിനിൽ വെച്ച് ഓരോരുത്തരായിട്ടുണ്ടായ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെയാണ് ഗിഫ്റ്റ് ഇവിടെ ആദ്യത്തേക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ആദ്യം തന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനാ പോയെന്ന് പറഞ്ഞല്ലോ. ആ ജ്യൂസ് ഉണ്ടല്ലോ വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു, അത്രയും മോശമായിരുന്നു. എന്തൊക്കെ ഏടായ തണ്ണിമത്തങ്ങയാണ് അരച്ചെന്ന് തോന്നുന്നുണ്ട്. ഈ സീലിംഗ് കണ്ടാ നിങ്ങള് ഇടയിൽ എവിടെയൊക്കെയോ ഭയങ്കര ഗ്യാപ്പ് പോലെ. ഇനിയിപ്പോ എല്ലാ മോൾസിലും എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കണത്. പക്ഷെ ഇത് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യത്തെ അവിടുന്ന് ഒരു റിങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോ കയറിയ പിന്നെ പറയണ്ടല്ലോ, CID മൂസയിലെ ബോംബ് പൊട്ടിയെന്ന് അറിയുമ്പോഴുള്ള ബിന്ദു പണിക്കറിന്റെ റിയാക്ഷനാണ് ഞങ്ങൾക്ക്. അയ്യോ അപ്പുറത്തെ ലിപ്സ്റ്റിക് ഇപ്പുറത്തെ ബ്ലഷ് അവിടെ കമ്മലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി നടക്കും. ആ ഗിഫ്റ്റ് താനൊരു മാല കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി അപ്പുറത്തൊരു വള കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ അവിടെ ഒരു ഗ്ലിറ്റർ ഐലൈനർ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ ഓൺലൈനിൽ കുറെ ബാഡ് റിവ്യൂസ് സ്റ്റുഡിയോ ലിപ്സ്റ്റിക്സിനെ പറ്റി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ ലിപ്സ്റ്റിക്സ് വാങ്ങാറില്ലായിരുന്നു. ബട്ട് ഞാൻ ദേ ഇട്ടേക്കണ ലിപ്സ്റ്റിക്കില്ലേ ചുമ്മാ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാ. ബട്ട് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറ്, നല്ല ടെക്സ്ചർ. ലിപ്സിൽ ഒട്ടും ഡ്രൈ അല്ലായിരുന്നു അത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭാഗ്യം വല്ലാണ്ട് കൂടുതലായോണ്ടാവണം ഞാൻ യൂസ് ചെയ്ത ഡസ്റ്റർ അല്ലാണ്ട് അതിന്റെ ഒറ്റ പീസസ് അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല. മൊത്തം സോൾഡ് ഔട്ട് ആയി. സെയിം ലിപ്സ്റ്റിക്കിന്റെ ബാക്കി ഷെയ്ഡ്സിലെല്ലാം സ്റ്റോക്ക് ഉണ്ട്, ഇതിന് മാത്രമില്ല. ഇത് പിന്നെ വാങ്ങാൻ വേണ്ടി 2 വട്ടം ഞാൻ ഇവിടെ തൃശ്ശൂരുള്ള സ്റ്റുഡിയോയിൽ പോയി നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ 2 ലെയിൻ പോളിഷാണ് വാങ്ങിച്ചത്. അവിടുന്ന് നേരെ മിനിസോ കയറി ഗായത്രി ഒരു മിനി പേഴ്സ് വാങ്ങിച്ചു. ഞാൻ മിനിസോ പോയിട്ട് കുറെ നാളായി ഉണ്ടായിരുന്നു കേട്ടാ. എന്തൊരു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അവിടെയൊക്കെ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്റെ ഇന്നർ സൈഡിൽ ഉണരും. ഹാരി പോട്ടറിന്റെ തീമിലുള്ള കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാർബിന്റെ ഒക്കെ ബാഗ്. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഇതൊക്കെ വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ട്.
ഇതൊക്കെ കണ്ടിട്ട് എന്റെ മാത്രല്ല എല്ലാവരുടെയും ഇന്നർ സൈഡിൽ ഇവിടെ വരുമ്പോ പുറത്തു വരുന്നത് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ മസാജ് ചെയർ കണ്ടത്. നമ്മുടെ ഇവിടെ മോൾസിലൊക്കെ കാണാറുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ കണ്ടപ്പോൾ ഗായത്രിക്ക് എനിക്ക് അതിലൊന്ന് കയറാനായിട്ടൊരു മോഹം. മേ ബി പരിചയമില്ലാത്ത സ്ഥലം കൂടെ ആയതുകൊണ്ടാവാം, മേ ബി എന്നല്ല, അത് തന്നെയാണ് കാര്യം. അപ്പൊ 5 മിനിറ്റിന് 60 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ അതിനകത്ത് കയറിയത്. ലെറ്റ് മീ സേ ദിസ് ഗൈസ്, ഇറ്റ് വാസ് വർത്ത് എവറി സിംഗിൾ പെനി വി സ്പെൻഡ്. അതുവരെ നടന്നിട്ടുണ്ടായ ടയർഡ്നെസ് ഒക്കെ ഉണ്ടല്ലോ കുറേയൊക്കെ മാറി കിട്ടി. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ആദിത്യയുടെ വീട്ടിലേക്ക് ബസ് കയറി. നേരിട്ട് അവിടെ നിന്ന് പോരൂർക്ക് ബസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറുകോട് വരെ ബസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോയിലാണ് പോയത്. ചെറുകോട് എത്തിയപ്പോൾ അവിടെ അമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. എക്സ്ട്രാ വീട്ടിൽ പോയിട്ട് തിന്നാനായിട്ട് കുറേ സാധനങ്ങളും വാങ്ങിച്ചു. അമ്മേന്റെ പോക്കറ്റ് അങ്ങനെ കീറി കൊടുത്തു. അവിടെ നിന്ന് വീട്ടിലെത്തിയതും പോയി കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചുമ്മാ അവിടേക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങി. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആദ്യത്തെ റിലേറ്റീവ്സിന്റെ വീടുകളൊക്കെ. അവർക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഹായ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള പറമ്പും പാടമൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇവിടേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. അവിടെ പിള്ളേര് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ അതൊക്കെ നോക്കി നിന്നു. കഴിഞ്ഞോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ കനാല് ഫുള്ള് വെള്ളമായിരുന്നേ. ഇവിടെ നിന്ന് ചേച്ചിമാരെ അലക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ഒരു കുഗ്രാമം പോലെയാണ് ആദിത്യന്റെ സ്ഥലം. ഇത് അവളുടെ പണ്ടത്തെ തറവാടാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദിത്യയുടെ മാമന്റെ അവിടേക്കൊക്കെ പോകാറുണ്ട്. അത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഈ വട്ടം അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർ പുറത്തെവിടെയോ പോയേക്കായിരുന്നു. അത് തന്നെ അവരൊന്നും കാണാനായിട്ട് പറ്റിയില്ല. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടികളായി റീൽസ് എടുക്കാൻ തുടങ്ങി. സത്യത്തില് പ്രേതങ്ങളില്ല അല്ലേ? ഈ വട്ടം ആദ്യത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് റോളിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അവിടെ പോയി കാണുക. അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആദിത്യയുടെ വീടെന്ന് പറഞ്ഞാണല്ലോ അമ്മ വീട്ടിൽ പോണൊരു വൈബാണ്. ആ ഒരു ആംബിയൻസും അവിടുത്തെ ആൾക്കാരും അമ്മയും അമ്മൂമ്മയും എല്ലാം. അതുകൊണ്ട് അവിടെ പോയി വരാന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തേക്കാണെങ്കിലും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ അതുമാതിരി തന്നെ ഒരു മിസ്സിങ്ങും ഉണ്ടാവും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാൻ ആദ്യത്തെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഇപ്പൊ തന്നെ കാട്ടി തന്നാണ്. ഫേമസ് ആണല്ലോ, നീ കണ്ടില്ലേ വീഡിയോ? ബുക്ക് വായന വീണ്ടും ഒരു ശീലാക്കി തുടങ്ങണം എന്നുള്ള എന്റെ ദൃഢനിശ്ചയം കാരണം ആദ്യത്തെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു കേട്ടോ വീട്ടിലേക്ക്. അത് വായിച്ച് ഫുള്ളായിട്ടുണ്ടായാലും അടുത്തത് കൊണ്ടുതരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവിടുത്തെ സുന്ദരി പൂച്ച. ആൾക്ക് ഫിസിക്കൽ ടച്ച് അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും കുഞ്ചിക്കാൻ വേണ്ടിട്ട് കുറച്ചൊക്കെ നേരം നിന്ന് തരും കേട്ടോ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെയും കുറച്ച് റീൽസ് എടുത്തു. പിന്നെ സിനിമ കണ്ടു, ഗെയിംസ് കളിച്ചു, ടീ സ്പില്ലിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഇതാ തിരിച്ചു പോരാറായി. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിന്നാൽ നേരം പോണതേ അറിയില്ല. 2 ദിവസമൊക്കെ എത്ര പെട്ടെന്നാ പോയത്. കുട്ടിക്കാലത്തെ മാമൻ്റെ അവിടെ പോയി നിന്ന് കസിൻസ് ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോൾ വീട്ടിൽ പോകാൻ അമ്മ വിളിക്കുമ്പോൾ ആ ഒരു സെയിം ഫീലിംഗ് ഇല്ലേ, അതാണ് അവിടുന്ന് ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടാറുള്ളത്. ഇതാണ് ആദിത്യൻ്റെ അമ്മ. അവിടെ കുറച്ച് ക്യാമറ ചെയ്യാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ആക്കാൻ വേണ്ടിയിട്ട് ആദിത്യം കൂടെ വന്നു കേട്ടോ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് പോയത്. അവിടെയാണെങ്കിൽ അധികം ആൾക്കാരൊന്നും അങ്ങനെ അധികം വരാത്ത ടൈപ്പ് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷൻ കാണാൻ എന്ത് രസമാണെന്ന് നോക്കി, നല്ല വൃത്തി. നിങ്ങളിപ്പോൾ വിചാരിക്കണത് എന്താണെന്ന് എനിക്കറിയാം. ഇവരങ്ങോട്ട് പോയപ്പോഴുള്ള തുണി തന്നെയല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇടണേന്നല്ലേ. ക്ലാസ് കഴിഞ്ഞോടുകൂടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള പ്രാന്തം മൂത്തിട്ട് ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുക്കാണ്ടാണ് ഇങ്ങോട്ടേക്ക് ചാടി പുറപ്പെട്ടത്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന അതേ തുണിയിട്ട് തന്നെയാണ് തിരിച്ചും പോണത്. എന്റെ കണ്ണിന്റെ മുകളിൽ വന്നിട്ടാണ് കണ്ടാ നിങ്ങള്. പോരാൻ നേരത്തെ ആദ്യത്തെ മേക്കപ്പ് ഇട്ടെന്നതാണിത്. എങ്ങനെയുണ്ട് സീനയില്ലേ? അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്നു. ആദ്യത്തേക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. ട്രെയിൻ കയറിയപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഞങ്ങൾക്ക്. 10 രൂപേന്റെ ബിങ്കോ ആണ്. 10 രൂപ പോയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാൾക്ക് 5 രൂപയുടെ 30 രൂപയുടെ ലേസിൽ കുറെ 30 രൂപയുടെ ലേസിൽ കുറെ ഉണ്ടാവാറുണ്ട്. ഒരാൾക്ക് 3 കഷ്ണം വെച്ചോലും കഴിക്കാറില്ല. നഷ്ടം. അങ്ങനെ ഇനി എന്താ നമ്മൾ കാണാന്നുള്ള അടുത്ത ചോദ്യം ചോദിച്ച് അതിന് ഉത്തരവും കിട്ടാണ്ട് ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പിരിഞ്ഞു. തിരിച്ച് വീട്ടിലെത്താൻ ലേറ്റ് ആയപ്പോൾ എൻ്റെ 1 and only അനിയൻ എന്നെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് വൈകാണ്ട് തന്നെ വരുന്നുണ്ട്. ടാറ്റ.